മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയായി വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ മാതാവിൻ്റെ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് കേൾക്കാൻ പോകുന്നത്. മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ എവിടെയാണോ കുറവുകളുള്ളത് ആ കുറവുള്ള സാഹചര്യങ്ങളിലേക്ക് മാതാവും ഈശോയും കടന്നു വരും. ധാരാളം കുറവുള്ള കുടുംബങ്ങൾ ഇന്നുണ്ടല്ലോ. നമുക്ക് കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ, മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യേകമായിരിക്കുന്ന കടബാധ്യതയുടെ, ലോൺ എടുത്തതിൻ്റെ, ഇങ്ങനെ കുറവുകളുള്ള ഏതെല്ലാം വീടുകളുണ്ടോ ആ വീടുകളിലേക്കൊക്കെ മാതാവ് കടന്നു വരികയാണ്. ഇതാ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് കാനായിലെ കല്യാണ വീട്ടിലെ വിരുന്നിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് മാതാവ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോകുന്നത്. ഇതാ വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. എന്താണ് വചനം എന്ന് കേൾക്കണ്ടേ? മാതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. കണ്ടോ, ഒരു വലിയ സന്തോഷം ഒരു നാണക്കേടിൻ്റെ തീരത്തേക്ക് അടുക്കുന്ന സമയത്ത് മാതാവ് അവിടെ കടന്നു വരികയാണ്. മാതാവിനെ പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല. മാതാവ് കടന്നു വന്ന് ഒരു അതിഥിയായിട്ടല്ല, അടുക്കളയിൽ വന്ന് നിന്ന് എന്താണ് പോരായ്മയെന്ന് മനസ്സിലാക്കി ഇതാ തൻ്റെ പുത്രനോട് മാതാവ് അറിയിക്കുകയാണ്, അവിടെ വീഞ്ഞു തീർന്നുപോയി. അമ്മ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന സ്നേഹമാണ് എല്ലാ അമ്മമാരുടെയും. വാക്കുകളേക്കാൾ ഉപരിയായി പ്രവർത്തിക്കുന്ന സ്നേഹമാണ് മാതാവിടെ പ്രകടമാക്കുന്നത്. ഇന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയതുപോലെ തന്നെ ഇന്ന് പല കുടുംബങ്ങളിലും സ്നേഹം പറ്റിപ്പോയ കുടുംബങ്ങളുണ്ട്. വീഞ്ഞില്ല അവിടെ. സമാധാനം പടിയിറങ്ങിപ്പോകുന്ന കുടുംബങ്ങൾ, അവർക്ക് വീഞ്ഞില്ല. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, അവർക്കവിടെ വീഞ്ഞില്ല. ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ, ആരോഗ്യം കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ, ബന്ധങ്ങൾ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, സന്തോഷം എന്നേക്കുമായി വിട്ടുപോകുന്ന അവസരങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള സാധ്യതകളും ഇല്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ കുടുംബത്തിലെ വീഞ്ഞ് തീർന്നു പോകുന്ന സന്ദർഭങ്ങളാണ്. എന്ത് നഷ്ടപ്പെട്ടുവോ അതോടൊപ്പം തന്നെ മനസ്സ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇതാ ഈശോ നമ്മുടെ വൈക്കലേക്ക് കടന്നു വന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ സമൃദ്ധിയായിട്ട് തരാൻ മാതാവും ഈശോയും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ തൻ്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മാതാവിൻ്റെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ ഏറ്റെടുത്ത് സർവ്വ കുടുംബങ്ങൾക്കും സമൃദ്ധി നൽകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാപ്പൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.